അപ്പോൾ നമ്മുടെ സിയോണിൽ നിന്ന് അടുത്തൊരു ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞ ഓൾട്ടോ ഇന്നലെ ഡെലിവറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ വാഹനത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ കസ്റ്റമൈസേഷനാണ് ഈ ഒരു വാഹനത്തിൽ ടീം സിയോൺ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കളർ BMW 2 സീരീസിനൊക്കെ വരുന്ന സ്നാപ്പർ റോക്സ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ ഷെയ്ഡാണ് ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളത്. 3 ഇയർ വാറണ്ടി വരുന്ന പെയിൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്തതും പ്രിഫർ ചെയ്തതും ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു റീസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം ഈ ഒരു ഹെഡ് ലാംപ്സിനെയൊക്കെ തന്നെ റീപ്ലേസ് ചെയ്തു. ഇതിന് സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്ന നല്ല രീതിയിൽ അതിൻ്റെ ലെൻസൊക്കെ തന്നെ ബ്ലർ ആവുകയും യെല്ലോ ഷെയ്ഡ് വരികയും വെതർ ക്രാക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതിനെ റിമൂവ് ചെയ്ത് മാരുതിയുടെ തന്നെ ജെനുവിൻ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഹെഡ് ലാംപ്സിനെ നമ്മൾ മാറ്റി ഹെഡ്ലൈറ്റ് ബൾബാണ് LED യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 250 വാട്ട്സിൻ്റെ ഔട്ട് കിട്ടുന്ന ഒരു LED യൂണിറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പ് ആക്ച്വലി സ്റ്റോക്ക് വെഹിക്കിളിന് ഉണ്ടായിരുന്നില്ല. ഓൾട്ടോയുടെ ഫുൾ ഓപ്ഷൻ വരുന്ന സെയിം ഹെഡ് യൂണിറ്റ് തന്നെ നമ്മൾ മേടിച്ച് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ലീഗലായിട്ട് വരുന്ന ബൾബ് തന്നെയാണ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഗ്രിൽ ആക്ച്വലി മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു മാരുതിയുടെ ഈ ഒരു സ്റ്റോക്ക് വെഹിക്കിളിന് വന്നുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. സോ മാരുതിൻ്റെ ഓവറോൾ ഒരു പെയിൻറ്റ് സ്കീമിന് മാച്ച് ആകുന്ന രീതിയിലോട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ കവറിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കിൽ വരുത്തിയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. സൈഡ് പ്രൊഫൈലിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു അലോയ് വീൽസ് ആക്ച്വലി നമ്മൾ ഒരുപാട് മോഡൽസ് ചൂസ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത ഒരു മോഡലാണ് ഈ ഒരു അലോയുടെ കോസ്റ്റ് വരുന്നത് 28,000 റുപ്പീസാണ്. നമ്മൾ ആക്ച്വലി ഒരുപാട് മോഡൽസ് കൺസിഡർ ചെയ്തിരുന്നു. ബട്ട് ഫൈനലി ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. കാരണം കസ്റ്റമറിന് സെയിം ടയർ പ്രൊഫൈൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോഡലിലോട്ട് വന്ന് നിന്നത്. ഇതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ചുറ്റും ഒരു ക്രോം ഗ്രില്ലുണ്ടായിരുന്നു സ്റ്റോക്ക് വെഹിക്കിളിൽ. അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. മാക്സിമം സ്റ്റോക്ക് കണ്ടീഷനിലോട്ട് തന്നെ റീസ്റ്റോർ ചെയ്തെടുക്കുകയായിരുന്നു. പിന്നെ ഈ കാണുന്ന കൗൾ ഏരിയയൊക്കെ തന്നെ മാറ്റ് ഫിനിഷ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലർ ആയിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ തന്നെ മാറ്റ് ഫിനിഷ് തന്നെ റീപെയിൻറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വൈപ്പർ ആംസും കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. ഇനി സൈഡ് പ്രൊഫൈലിൽ ചെറിയ മാറ്റം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സൈഡ് മിററിനെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബോഡി കളറായിരുന്നു, അതും പിയാനോ ബ്ലാക്ക് ഫിനിഷിലോട്ട് മാറ്റി. സെയിം തന്നെയാണ് സൈഡ് ഡോർ ഹാൻഡിൽസ് നോക്കുമ്പോഴും ആക്ച്വലി ഇവിടെ ക്രോം ഡോർ ഹാൻഡിൽസ് ആയിരുന്നു വന്നിരുന്നത്. അതിനെ നമ്മൾ പിയാനോ ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ആക്ച്വലി ആ ഒരു ക്രോം എലമെൻറ്റിൻ്റെ പുറത്തുണ്ടായിരുന്നതാണ്. അതിനെ ഉൾപ്പെടെയാണ് നമ്മൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലോട്ട് മാറ്റിയിട്ടുള്ളത്. കൂടുതലും ഓൾട്ടോയിലൊക്കെ തന്നെ റീസ്റ്റോർ ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്യുന്ന ഒരു സ്കേർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി വാഗണാർ സ്റ്റിംഗ്രയുടെ ആണ്. അത് ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഓൾട്ടോ റീസ്റ്റോറേഷൻ്റെ വീഡിയോയിലും പിന്നെ ചെയ്തിട്ടുള്ള വർക്കിലൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെയും നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിംഗ്രയുടെ യൂണിറ്റ് എടുക്കുകയും ഈ സെയിം പെയിൻറ്റ് സ്കീം ആഡ് ചെയ്തതിന് ശേഷമാണ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇത് ഓൾട്ടോയിലോട്ട് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു സൈസ് വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു സ്കേർട്ട് വന്നിട്ട് നമ്മളുടെ ഓൾട്ടോയുടെ സൈഡ് സൈസിനേക്കാളും ഒരല്പം ചെറുതായിരിക്കും. സോ ഒന്ന് സ്ട്രെച്ച് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ കാണുന്ന ഡോർ വൈസേഴ്സ് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ്. അതും ഓൾട്ടോയുടെ തന്നെ ജെനുവിൻ ആക്സസറീസ് ആയിട്ട് വരുന്ന പാർട്ട് നമ്മൾ മേടിച്ച് വെക്കുകയുണ്ടായിരുന്നു. ഈ ഒരു ഡോർസിൻ്റെ ഒക്കെ പില്ലേഴ്സിനും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഓവറോൾ ബോഡി കളർ സ്കീമിന് കുറച്ചൊരു വൈബ്രൻറ്റ് ഫീൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മിക്സ് കളർ ടോൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഡ്യുവൽ ടോൺ ഷെയ്ഡ് എന്നുള്ള രീതിയിലോട്ട് മാറ്റിയത്. ഡ്യുവൽ ടോൺ എന്ന് പറയുമ്പോൾ ബോഡിയുടെ കാര്യത്തിൽ ആ ഒരു പില്ലറിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. റൂഫൊക്കെ തന്നെ സെയിം ബോഡി കളർ ചെയ്യാനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. റിയർ പോർഷനിലോട്ട് നോക്കുമ്പോൾ മാക്സിമം പ്ലെയിൻ ആയിട്ടാണ് വാഹനത്തിന് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. ഡിസൈൻ അല്ല ആക്ച്വലി റീസ്റ്റോർ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിലുണ്ടായിരുന്ന ഓൾട്ടോയുടെ ബാഡ്ജിങ്ങും അതുപോലെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ തന്നെ റിമൂവ് ചെയ്തു. ജസ്റ്റ് സുസുക്കിയുടെ ആ ഒരു ബാഡ്ജിങ് മാത്രമേ നിലവിലിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സിയോണിൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡോർ ഹാൻഡിൽ മാറ്റ് ഫിനിഷ് ആയിരുന്നു. അതിനെ ഒന്നുകൂടി ഒന്ന് മാറ്റ് ഫിനിഷ് അടിക്കുകയും ഫിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ബാക്ക് ബോഡിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാഹനം വരുന്ന സമയത്ത് തന്നെ സ്പോയിലറൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. റിയർ സൈലൻസറിൻ്റെ ടിപ്പ് വന്നിട്ട് ക്രോം ടിപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റവ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഒരു വിസിലിംഗ് സൗണ്ട് കൂടി കിട്ടുന്നുണ്ട്. ഭയങ്കര രസമാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് വാഹനത്തിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ ആ ഒരു ഓവറോൾ ബോഡിയുടെ ഡിസൈനും ഫിനിഷിങ്ങും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ മനസ്സിലാകും. ബോഡിയുടെ ഫിനിഷിംഗ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം നമ്മുടെ ഈ ബോഡി പാനൽസിനൊക്കെ തന്നെ ഷെയ്പ്പ് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഫിനിഷിംഗ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. വാഹനത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ലീനിയർ ആയിട്ടാണ് ആ ഒരു ബോഡി എഡ്ജസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയുമാണ് വാഹനത്തിൻ്റെ പുറത്തുള്ള പ്രധാനമായ കാഴ്ചകൾ. ഒരു ചെറിയ കാഴ്ചയുണ്ട്, അത് പകൽ സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. വാഹനം നൈറ്റ് ഡ്രൈവ് പോകുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ ചുറ്റും നമ്മളൊരു ചെറിയ ലൈറ്റിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ലൈറ്റിംഗ് ആണ് അത്. ഈ ഒരു വാഹനത്തിൻ്റെ സെയിം ബോഡി കളറിൽ തന്നെ
നമുക്ക് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. പല കളർ തീമിലോട്ട് മാറ്റാനായിട്ട് പറ്റും, മ്യൂസിക്കിനനുസരിച്ച് കളർ ചേഞ്ച് ആകുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്തത് വാഹനത്തിൻ്റെ ബോഡിയുടെ ആ ഒരു സെയിം ടോൺ തന്നെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി നമ്മൾ ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലും കാര്യമായ മാറ്റങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സീറ്റ് കവേഴ്സ് ആയിരുന്നു. നമ്മൾ വാഹനത്തിൻ്റെ കളറിന് മാച്ച് ആകുന്ന രീതിയിൽ ബ്ലൂ ആൻഡ് ബ്ലാക്ക് എന്ന കോമ്പിനേഷനിലാണ് സീറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ബ്ലൂ സ്റ്റിച്ചസ് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നതും. സെൻറ്റർ ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരല്പം ഓവർ സൈസ്ഡ് ആണ് ഈ ഒരു വെഹിക്കിളിൻ്റെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് ഓവറോൾ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കൈ വയ്ക്കുന്നതിന് നല്ല കംഫർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റിയറിംഗ് വീല് നമ്മുടെ വാഗണാറിൻ്റെ പഴയ മോഡലിനൊക്കെ വന്നുകൊണ്ടിരുന്ന സ്റ്റിയറിംഗ് വീലായിരുന്നു. അത് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ തന്നെ സിൽവർ ഫിനിഷ് ആയിരുന്നു സ്റ്റോക്ക് വന്നിരുന്നത്. അതിനെ ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് പിയാനോ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ തന്നെ സിഗ്നേച്ചർ കാർബൺ ഫൈബർ ടെക്സ്ചറും ഈ ഒരു സ്റ്റിയറിംഗ് ഗ്രിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നോർമൽ ഓൾട്ടോയിലൊക്കെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ യൂണിറ്റൊക്കെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളർ ടോണിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ പിയാനോ ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് പുറമേ മാത്രമല്ല, അകത്ത് വരുന്ന യൂണിറ്റും നമ്മൾ സെയിം പിയാനോ ബ്ലാക്ക് ഫിനിഷിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി കസ്റ്റമർ അമ്പലത്തിൽ കൊണ്ടുപോയി ചന്ദനമൊക്കെ ഇട്ടേക്കുന്നതാണ് കേട്ടോ, അല്ലാതെ പെയിൻറ്റ് പിടിക്കാത്തതല്ല. പിന്നെ ഫ്ലോർ മാറ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട്, പീസ് മാറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിന് വിനൈൽ ഫ്ലോറിങ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ വിനൈൽ ഫ്ലോറിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഗിയർ നോബ് വന്നിട്ട് കസ്റ്റം ഗിയർ നോബ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ കളർ തീമിന് മാച്ച് ആകുന്ന തരത്തിൽ ബ്ലൂ ആണ് നമ്മളിവിടെ ഗിയർ നോബിന് പ്രിഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനൊരു 9 ഇഞ്ച് വരുന്ന ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് കണക്ടിവിറ്റി വരുന്ന ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിന് ചെറിയൊരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ഒരു സബ് വൂഫർ കൂടി നമ്മൾ ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡും ഡാഷ്ബോർഡും ഒക്കെ തന്നെ ഫുൾ കളർ തീം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നത് ഒരു ഡൾ സിൽവർ ഫിനിഷ് ആയിരുന്നു. അത് മാറ്റി നമ്മൾ ഫുൾ മാറ്റ് ഫിനിഷ് ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെ ഓവറോൾ ഒരു സ്പോർട്ടി ഫീലിന് നല്ല രീതിയിൽ ഹെഡ് ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ നമ്മൾ ലീഗലി വരുന്ന 50% ടിൻറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിയമപ്രകാരം സൈഡ് പ്രൊഫൈലിൽ നമുക്ക് 50% വരെ ടിൻറ്റ് യൂസ് ചെയ്യാം. അതുപോലെ റിയർ പ്രൊഫൈലിൽ 70% വിസിബിലിറ്റി വരുന്ന രീതിയിൽ ടിൻറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗാർവയറിൻ്റെ ആണ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഗ്ലാസ്സുകളും ഫ്രണ്ട് വിൻഷീൽഡ് ഒഴികെ ബാക്കി സൈഡ് പ്രൊഫൈലിലും ബാക്കിലും ഒക്കെ തന്നെ ടിൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും ഇൻറ്റീരിയറിലും വന്നിട്ടുള്ള ചേഞ്ചസ്. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ഒരു ചെറിയ മസ്താങ് കാണാൻ പറ്റും. ഈ മസ്താങ്ങും ഒരല്പം സ്പെഷ്യലാണ്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ സൗണ്ടൊക്കെ കേൾക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പുറത്തെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വേറൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ഇത് വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ആക്ച്വലി ഒരു വണ്ടി ഭ്രാന്തൻ കൂടിയിട്ടാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഡൈകാർഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. സോ അതിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു യൂണിറ്റാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിന് പുറമെ 2 ചേഞ്ചസ് കൂടി ഇൻറ്റീരിയറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ വിട്ടുപോയതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാഹനത്തിൻ്റെ ക്യാബിൻ നമ്മൾ ഡോറൊക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇലൂമിനേഷൻ നമ്മൾ ബ്ലൂ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലോറിൻ്റെ ഏരിയയിലാണ് ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു ബ്ലൂ തീമിലെ ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് പുറമെ വാഹനത്തിൻ്റെ റൂഫിൻ്റെ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് തീമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് തൊട്ട് മുന്നേ നമ്മൾ റീസ്റ്റോർ ചെയ്ത ഓൾട്ടോയിൽ ചെയ്ത അതേ മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഈ ഒരു ബ്ലാക്ക് തീം റൂഫിനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചസാണ് നമ്മൾ വാഹനത്തിൻ്റെ ക്യാബിനിൽ ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ ചേഞ്ചസ് നമ്മുടെ ബൂട്ട് സ്പേസിൽ നൽകിയിട്ടുണ്ട്. അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഈ ഒരു ഓൾട്ടോ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ബൂട്ട് സ്പേസിൽ പാഴ്സൽ ട്രേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് പാനൽസൊക്കെ തന്നെ ഈ സെയിം ക്ലോത്ത് യൂസ് ചെയ്താണ് കവറായി വന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഓൾട്ടോയുടെ ഫുൾ ഓപ്ഷന് വന്നിരുന്ന ഫൈബർ പാനൽസ് നമ്മൾ മേടിക്കുകയും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീലിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ ഒരു പാഴ്സൽ ട്രേ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി വുഡൻ മെറ്റീരിയലിലാണ് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള. അതിന് കവർ ജസ്റ്റ് ക്ലോത്ത് കവറിങ് നൽകിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞിരുന്ന മ്യൂസിക് സിസ്റ്റത്തിന് ഒരു അഡീഷണൽ സപ്പോർട്ടായിട്ട് സബ്ബും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് ആമ്പ് വരുന്ന സബ്ബാണ് ആക്ച്വലി ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. ഓവറായിട്ടുള്ള ഇടിയൊന്നും കിട്ടത്തില്ല. ബട്ട് മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി കുറേ കൂടി എൻഹാൻസ് ചെയ്യുന്നതിന് ഈ ഒരു സബ്ബ് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിയർ സ്പീക്കേഴ്സ് ആക്ച്വലി ഒരു വെഹിക്കിളിൽ ഉണ്ടായിരുന്നു. അത് ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിലിവിടെ വന്നിരുന്ന ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ വാഹനത്തിൻ്റെ റൂഫിൻ്റെ ആ സെയിം തീമിന് മാച്ച് ആകുന്ന തരത്തിൽ ക്ലോത്ത് യൂസ് ചെയ്ത് കവർ ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചേഞ്ചസാണ് ഈ ഒരു വാഹനത്തിൽ ഡ്രീം സിയോൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം വരാൻ സാധ്യത,
എത്ര രൂപയായി ഈ ഒരു കസ്റ്റമൈസേഷൻ എന്നുള്ളതായിരിക്കാം. അപ്പോൾ പൊതുവേ നമ്മൾ റീസ്റ്റോറേഷൻ്റെ ഏത് വീഡിയോ ഇട്ടാലും എത്ര രൂപയായി എന്നൊരു കമൻറ്റ് വരുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ വാഹനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ കറണ്ട് കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലൊന്ന് ഫോട്ടോ അയയ്ക്കുക. അതിനുശേഷം കൊട്ടേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് പ്രൈസ് നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ ഡാമേജിൻ്റെ ഏരിയ, അതായത് വാഹനത്തിന് എത്രത്തോളം പാച്ച് വർക്ക് ആവശ്യമാണെന്നുള്ളതൊന്ന് കറക്റ്റ് നോക്കിയാൽ മാത്രമേ എക്സാക്റ്റ് ഫിഗർ നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനം റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ ബോത്ത് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഫോട്ടോസ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളാൽ കഴിയുന്ന നല്ലൊരു കൊട്ടേഷൻ നിങ്ങൾക്ക് തരാൻ സാധിക്കും. നല്ലൊരു ക്വാളിറ്റി വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡീറ്റെയിലിംഗ് വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്തൊരു ഡീറ്റെയിലിംഗ് വർക്കിൻ്റെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.